ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചോക്ലേറ്റ് ഡോണറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തോളൂ. ഞാനിവിടെ ഒരു കപ്പ് മൈദ മെഷറിംഗ് കപ്പിൽ അളന്ന് വെച്ചിട്ടുണ്ട്. ഞാനിത് 250 ml മെഷർമെൻറ്റ് കപ്പിലാണ് അളന്നെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് മെഷർമെൻറ്റ് കപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതി. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1/3 കപ്പ് ഇളം ചൂടോട് കൂടിയിട്ടുള്ള പാലാണ്. ഇത് പറയുമ്പോൾ ഏകദേശം ഒരു 1/4 കപ്പിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ അളവുണ്ടായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഇത് പൊടിച്ച പഞ്ചസാരയല്ല, സാധാരണ തരിതരിയായിട്ടുള്ള പഞ്ചസാരയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഈസ്റ്റ് ചേർക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർക്കുന്നത്. പിന്നെ ഡോണറ്റിന് വേണ്ടി 1 ടീസ്പൂൺ നെയ്യും കൂടി വേണം കേട്ടോ. ഇനി നമുക്ക് ഡോണറ്റ് എങ്ങനെ തയ്യാറാക്കിയെടുക്കണമെന്ന് നോക്കാം. ഡോണറ്റിന് വേണ്ടിയിട്ടുള്ള ഡോ നമുക്ക് ആദ്യം നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ മാവ് എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, 1 കപ്പ് മൈദയ്ക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്നുള്ള കണക്കിൽ ചേർക്കുക. കൂടുതൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് പഞ്ചസാര പൊടിച്ച് ചേർക്കേണ്ട യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ഞാനിവിടെ പഞ്ചസാര തരിതരിയായിട്ടുള്ള പഞ്ചസാര തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് മാവ് പൊന്താനായിട്ട് വയ്ക്കുമല്ലോ, ആ സമയത്ത് പഞ്ചസാര എല്ലാം നന്നായിട്ട് അലിഞ്ഞ് മാവിനോട് ചേർന്നോളും. അപ്പോൾ പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. ഞാൻ നേരിട്ട് ഈസ്റ്റ് ഈ മൈദയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഈസ്റ്റ് ഇമ്പോർട്ടഡ് ആണ്. നാട്ടിലൊക്കെ കിട്ടുന്ന ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ എന്നുള്ളത് 1.5 ടീസ്പൂൺ വരെ ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചിലവർ ചെറു ചൂട് പാലിലോ അല്ലെങ്കിൽ അതുപോലെ ചെറു ചൂടുള്ള വെള്ളത്തിലോ ഈസ്റ്റ് കുതിർത്ത് വെച്ചിട്ട് ചേർക്കുന്നതുണ്ട്. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എനിക്കിപ്പോൾ ഇത് എളുപ്പം തോന്നിയതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് കുറേശ്ശെ പാലൊഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. മാവ് കുഴയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മാവ് വളരെ ഹാർഡായി പോകാനും പാടില്ല, അതുപോലെ കുഴഞ്ഞു പോകുന്ന പരുവത്തിലാകാനും പാടില്ല. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഒരു 1-2 മണിക്കൂർ നമുക്കിത് മൂടി വയ്ക്കാം. ഇത് മിനിമം 1 മണിക്കൂറെങ്കിലും മൂടി വയ്ക്കണം. ഈ മാവ് നന്നായിട്ട് പൊന്തി വരണം. 2 മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല, മിനിമം 1 മണിക്കൂറെങ്കിലും വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ആ പഞ്ചസാര തരികളൊക്കെ പോയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് നമ്മുടെ ഡോ. ഇനി നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 1/2 ഇഞ്ച് കനത്തിൽ വേണം പരത്തിയെടുക്കാൻ. നൈസായിട്ട് പരത്തരുത്. നമ്മൾക്ക് ഡോണറ്റിൻ്റെ ഡോ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അത് കനം വയ്ക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് കനത്തിൽ വേണം മാവ് പരത്തിയെടുക്കാൻ.
ഈ പരത്തി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് നമുക്ക് ഡോണറ്റിൻ്റെ ഷേപ്പിൽ മാവ് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ഇതുപോലെയുള്ള ചെറിയ അടപ്പുകളോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ ബൗളുകളോ ഉപയോഗിച്ചിട്ട് നമുക്ക് വലിയ റൗണ്ട് കട്ട് ചെയ്തെടുക്കാം. ഈ അടപ്പ് ഇങ്ങനെ മാവിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. എന്നിട്ട് ഈ മാവിൻ്റെ നടുക്ക് ഒരു ചെറിയ ഹോളും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ചെറിയ ഹോൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വാട്ടർ ബോട്ടിലിൻ്റെ അടപ്പുണ്ടല്ലോ, അത് ചെറിയ അടപ്പ്, ആ അടപ്പ് വെച്ചിട്ട് സെൻറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ ഈ മാവിൽ നമ്മളിപ്പോൾ 2 ഡോണറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബാക്കി വന്ന മാവ് തന്നെ ഒന്നും കൂടി നന്നായി കുഴച്ച് ഒരു 1/2 ഇഞ്ച് കനത്തിൽ വീണ്ടും പരത്തി ഇതുപോലെ തന്നെ വീണ്ടും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ 1 കപ്പ് മാവ് കൊണ്ട് ഇതുപോലെ 4 ഡോണറ്റ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്, വേറെ ഓയിലൊന്നും വേണമെന്നില്ല. സാധാരണ വെളിച്ചെണ്ണയിൽ ഉപയോഗിച്ചാലും നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഒരു പാത്രം വെച്ച് ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി ഓരോ ഡോണറ്റ്സ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഡോണറ്റ്സ് ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരിക്കലും ഫ്രൈ ചെയ്തെടുക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡോണറ്റ് പെട്ടെന്ന് തന്നെ ബ്രൗണിഷ് കളറിലാവും, പക്ഷേ ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നല്ല പാകത്തിന് മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും, ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും വരും. ഇപ്പം ഞാൻ 4 ഡോണറ്റ്സും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോണറ്റ് ഡിപ്പ് ചെയ്യാനുള്ള ചോക്ലേറ്റ് സിറപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
ചോക്ലേറ്റ് സിറപ്പ് റെഡിയാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുത്താൽ മതി. നിങ്ങളുടെ അടുത്ത് ചോക്ലേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കാതിരിക്കൊന്നും വേണ്ട. അതിന് പകരം കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ഷുഗർ ഡോണറ്റ്സ് റെഡിയാക്കാൻ എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതും നല്ല ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഡോണറ്റ്സൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ചുമ്മാ ചോക്ലേറ്റ് സിറപ്പിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒരു ചെറിയ സ്ട്രൈപ്സ് പോലെ കൊടുക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.